രാമായണത്തിന് ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരാളെ ദ്രോഹിക്കുക, പറ്റിക്കുക, അവരെ നമ്മൾ ഏതൊക്കെ തരത്തിൽ ദുരിതത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ അതിനാണ് ആസുരികം എന്ന് പറയുന്നത്. അത്രക്കും നീചനായ ഒരു വ്യക്തിയായിരുന്നു ബാലി. ആ വെറുപ്പുണ്ടായിക്കഴിഞ്ഞാൽ ശ്രീരാമൻ അവരെ ആരാധിക്കോ? ഇല്ല, ആരാധിക്കാൻ പാടില്ല. ഇതേ അവരുടെ ലക്ഷ്യം ഉണ്ടായിട്ടുള്ളൂ. ഈ ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിന് ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ രാമായണം മാത്രം വായിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ പറ്റും. മറ്റൊരു ഗ്രന്ഥത്തിനുമില്ലാത്ത ഒരു സൗന്ദര്യം, ഒരു അനുഗ്രഹം ഈ രാമായണത്തിനുണ്ട്. ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം? യാതൊരു സംശയം പോലെ ഇല്ല, അത് ശ്രീരാമനെ പോലെ ആയിരിക്കണം. എങ്ങനെ ശ്രീരാമനെ പോലെ? ശ്രീരാമൻ എന്തൊക്കെയാണ് ചെയ്തത്? രാമായണം മുഴുവൻ രാമൻ്റെ കുറ്റങ്ങളല്ലാതെ മറ്റെന്താണല്ലോ? ശരിയായിട്ട് രാജ്യത്തെ നാടിനെ കൊണ്ടുപോകാൻ കഴിയാതെ വന്ന ആളാണോ ഉത്തമ പുരുഷൻ? നമസ്തേ വിനോദ്ജി. നമസ്കാരം. ആചാര്യ വിനോദ്ജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. വിനോദ്ജി, ചോദിക്കാനുള്ളത്, ഇതിപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസവുമായിട്ട് ബന്ധപ്പെട്ട് രാമായണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് പുതിയ തലമുറയൊക്കെ ചോദിക്കുന്നുണ്ട്, രാമായണം നല്ല ഗ്രന്ഥമാണ്, നല്ല സാഹിത്യമാണ്, വായിക്കാൻ ജീവിതത്തിൽ ഒരുപാട് ഗുണമുണ്ടാവും, ഭാഷാപരമായിട്ട് ഗുണമുണ്ടാവും, നല്ല കഥയാണെന്ന്. അതിനപ്പുറത്തേക്ക് ദൈവികമായിട്ടൊക്കെ ഉള്ള ഗുണമുണ്ട് രാമായണത്തിനെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്ത് ആധാരമാണ് അതിനുള്ളത്? രാമായണത്തിന് ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങ് പറയുന്നത് കറക്റ്റാണ്, ദൈവികമായിട്ടൊന്നുമില്ല. പക്ഷേ ദൈവികമായിട്ട് ഗുണമുണ്ട് എന്നാണ് നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ ധരിച്ചിരിക്കുന്നത്. ഈ മാസാചരണം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ചോദ്യം അവിടത്തേക്കാണിത്. കാരണം വെച്ചാൽ എന്താണ് ദൈവികം എന്ന് ചിന്തിക്കണം. നന്മയുള്ളതെല്ലാം ദൈവികം തന്നെ. നിങ്ങൾ എന്ത് നന്മ ചെയ്യുന്നോ അതാണ് ഈശ്വരീയമായ കാര്യമെന്ന് പറയും. അങ്ങനെയല്ല നമ്മൾ പറയാം, നന്മ ചെയ്യുന്നതെല്ലാം ഈശ്വരീയമാണ്. ഒരാളെ ദ്രോഹിക്കുക, പറ്റിക്കുക, അവരെ നമ്മൾ ഏതൊക്കെ തരത്തിൽ ദുരിതത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ അതിനാണ് ആസുരികം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാമായണത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നതെല്ലാം തന്നെ ദൈവികമായ കാര്യമാണ്. നന്മ മാത്രമേ ഉള്ളൂ രാമായണത്തിലൂടെ. ഒരു മോശം കാര്യവും ആ രാമായണത്തിലൂടെ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അത് വായിക്കുന്ന ആൾ അതിൻ്റെ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരൊരു പുതിയൊരു മനുഷ്യനായിത്തീരും. അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായതാണ്. അന്ന് ആ രാമായണം ഗ്രന്ഥത്തെ ലവകുശന്മാർ പാടി നടന്നു, ജനങ്ങളിലേക്ക് എത്തിച്ചു. അന്നത്തതിൻ്റെക്കാളും 100 ഇരട്ടി പവറിൽ ഇന്നും നിലനിൽക്കുന്നു. യുഗങ്ങൾ അതിനുശേഷം എത്രയോ കടന്നുപോയി. ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗം കഴിഞ്ഞു, കലിയുഗത്തിലും രാമായണത്തിൻ്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഈ രാമായണത്തിന് ഉണ്ടാവണം. മറ്റ് ഏത് ഗ്രന്ഥമുണ്ട് ഇത്രയും കാലമായിട്ട് അതിൻ്റെ ഒരു ഭാഗത്തും ദോഷം കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഗ്രന്ഥം? അതുകൊണ്ട് തന്നെയാണ് ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിനോളം പ്രസക്തിയുള്ളൊരു ഗ്രന്ഥം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം? യാതൊരു സംശയം പോലെ ഇല്ല, അത് ശ്രീരാമനെ പോലെ ആയിരിക്കണം. എങ്ങനെ ശ്രീരാമനെ പോലെ? ശ്രീരാമൻ എന്തൊക്കെയാണ് ചെയ്തത്? ചെയ്തതിനകത്ത് അധർമ്മങ്ങൾ ഒരുപാടുണ്ട്. സ്വന്തം പൂർണ്ണ ഗർഭിണിയായി ഭാര്യയെ കൊണ്ട് ഉപേക്ഷിച്ചത് മുതൽ മറ്റേ ഒരു ഒന്ന് ഈ പറയുന്ന സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു, ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. മറ്റൊന്ന് ബാലി നിഗ്രഹണം, ബാലിയെ മറഞ്ഞു നിന്ന് ഒളിച്ചു നിന്ന് അമ്പ ചെയ്ത് കൊലപ്പെടുത്തുന്നു, അതും ചതിയിലൂടെ കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഭൂകവധം, ശംഭൂകനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗൃഹസ്ഥനായ ലക്ഷ്മണനെ ഭാര്യയോടൊപ്പം രാജ്യത്ത് കഴിയുന്നതിന് നിർബന്ധിക്കാതെ സ്വന്തം കൂടെ കൂട്ടി ഈ പറയുന്ന വനവാസകാലത്ത് കാവൽക്കാരനായി ഒപ്പം കൊണ്ടു നടക്കുന്നു. എന്നിട്ട് സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് പോലുമല്ല, ലങ്കയെ ആക്രമിക്കുന്നത് വാനര സൈന്യത്തെ ഉപയോഗിച്ചാണ്. അയോധ്യയിലെ സൈന്യം സുരക്ഷിതമാണ്, അയോധ്യ സുരക്ഷിതമാണ്. വാനര സൈന്യത്തെ കൊണ്ട് രാവണനുമായിട്ട് ഏറ്റുമുട്ടി അവിടെ പിടിച്ചടക്കുന്നു. അതിനു മുൻപ് ശൂർപ്പണഖയെ ആക്രമിക്കുന്നു. ശൂർപ്പണഖയെ ഇത്രയധികം ചിത്രവധം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നിൽ തൊടുത്തി രാമായണം മുഴുവൻ രാമൻ്റെ കുറ്റങ്ങളല്ലാതെ മറ്റെന്താണല്ലോ? സ്വന്തം കുടുംബത്തിനകത്തുണ്ടായ പ്രശ്നം പോലും തിരുത്തി, അച്ഛനെയും അമ്മയും തിരുത്തി ശരിയായിട്ട് രാജ്യത്തെ നാടിനെ കൊണ്ടുപോകാൻ കഴിയാതെ വന്ന ആളാണോ ഉത്തമ പുരുഷൻ? ഇവിടെ ആദ്യം അങ്ങ് സൂചിപ്പിച്ചത് ശ്രീരാമചന്ദ്രൻ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യം, ഈ ഒരു വിഷയം പറയുന്നത് രാമായണം വായിക്കാത്ത ആൾക്കാരാണ്. ഇനി രാമായണം വായിച്ചിട്ട് എല്ലാവരും ധാരണ വെച്ചാൽ രാമായണങ്ങൾ ഇന്ന് ഏകദേശം 400ഓളം ഭാഷകളിൽ രാമായണമുണ്ട്. വ്യത്യസ്തമായ രാമായണമുണ്ട്.
എൻ്റെ അടുത്ത് തന്നെ ഇപ്പം വയനാടൻ രാമായണമുണ്ട്, തുളസീദാസ രാമായണമുണ്ട്, തുറവേ രാമായണമുണ്ട്, കൃത്തിവാസ രാമായണമുണ്ട്, കമ്പ രാമായണമുണ്ട്, അതുപോലെ തന്നെ വാൽമീകി രാമായണം, കണ്ണശ രാമായണം എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ നിരവധി രാമായണം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 3-4 രാമായണമുണ്ട്, രാമകഥാ പാട്ടുണ്ട്. പിന്നെ അധ്യാത്മ രാമായണമുണ്ട്, അധ്യാത്മ രാമായണം കിളിപ്പാട്ടുമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വ്യത്യസ്തമായ കഥയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ജപ്പാനിൽ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ജപ്പാനിൽ മാത്രമല്ല, കംബോഡിയയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ ഇതിനെല്ലാം ആധാരമായിട്ടൊരു രാമായണമുണ്ട്, വാൽമീകി രാമായണം. വാൽമീകിയുടെ രാമായണത്തിൽ നിന്നാണ് അതിൽ കഥ ഉൾക്കൊണ്ടിട്ട് മറ്റെല്ലാ രാമായണങ്ങളും വന്നിട്ടുള്ളത്. ഇനി വാൽമീകി തന്നെ എഴുതിയ നിരവധി രാമായണമുണ്ട്. അത്ഭുത രാമായണം വാൽമീകി എഴുതിയതാ, ആനന്ദ രാമായണം വാൽമീകി എഴുതിയതാ, അങ്ങനെ നിരവധി രാമായണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് വാൽമീകിയുടെ രാമായണത്തിൽ പറയുന്നുണ്ട് ശ്രീരാമൻ എന്താണ് ചെയ്തത് എന്നുള്ളത്. ശ്രീരാമൻ ഒരു ഉത്തമ ഭർത്താവായിരുന്നു. രാമായണം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ സുരക്ഷയാണ് എപ്പോഴും പ്രാധാന്യം. പൂർണ്ണ ഗർഭിണിയായി കിടക്കുന്നു സീതാദേവി. സീതാദേവിയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടത്, ഒരു ഗർഭിണിയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ഉത്തമനായ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ സമയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമനും സീതാദേവിയും ഒന്നിച്ച് കഴിയുന്ന പള്ളിയറയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ രാമായണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യയായ സീതയോട് ചോദിക്കാൻ, നീ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്, അപ്പോൾ നിനക്ക് എന്താണ് ആഗ്രഹം? ഗർഭിണിയായ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ സീതാദേവി പറയുന്നത് വെച്ചാൽ, പണ്ട് നമ്മൾ കാനനവാസം നടത്തിയില്ലേ, അപ്പോൾ ആ കാനനവാസത്തിനിടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചൊരു സ്ഥലമുണ്ട്, നമ്മുടെ വാൽമീകി ആശ്രമം. അപ്പോൾ ആ വാൽമീകി ആശ്രമത്തിൽ കുറച്ച് കാലം താമസിക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ എനിക്കെൻ്റെ കുട്ടിക്ക് ജന്മം നൽകാൻ ശാന്തമായ അന്തരീക്ഷമുള്ള, സമാധാനം കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സീതാദേവിയുടെ ആഗ്രഹം. ഉത്തമനായ ഭർത്താവ് ചെയ്തു കൊടുക്കണോ വേണ്ടയോ? വേണം. അതിനുശേഷം കൗസല്യാദേവി ശ്രീരാമനോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. രാമായണം വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും. കാരണം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ, ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി അവിടെയാണ് പ്രസവം നടത്തേണ്ടത്. രാമ, സമയം അതിക്രമിച്ചിരിക്കുന്നു, ഇനി എത്രയും പെട്ടെന്നത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് രാമൻ ഉത്തമനായ മകനാണ്. അപ്പം മകൻ അമ്മയുടെ വാക്കനുസരിക്കണം. ഉത്തമനായിട്ടുള്ള ഭർത്താവാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് ദോഷം വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. ഭാര്യയ്ക്ക് ആഗ്രഹം വനത്തിൽ വെച്ച് പ്രസവിക്കുന്നതാണ്. അപ്പോൾ അവിടെ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. അമ്മ പറഞ്ഞത് എന്താ? വിവാഹം ഗർഭിണിയായ സ്ത്രീയെ ഭർത്താവിൻ്റെ വീട്ടിലല്ല, അവൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള, അവളുടെ മനസ്സിന് സന്തോഷമുള്ള സ്ഥലം എവിടെയാണ്? ഭാര്യ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഗർഭിണിയായ സ്ത്രീയെ ഭാര്യ വീട്ടിൽ കൊണ്ടാക്കുന്നത് വെച്ചാൽ അവിടെ സ്വന്തം അമ്മയാണുള്ളത്, സ്വന്തം അച്ഛനാണുള്ളത്. നമ്മൾ എന്ത് വിഷയം പറഞ്ഞാലും, എന്ത് ആവശ്യപ്പെട്ടാലും അച്ഛനും അമ്മയും നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമുക്കൊരു വിഷമം തോന്നില്ല. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വിഷമമാണ്, ചിലപ്പോൾ അവർ കേസ് വരെ കൊടുക്കും. അപ്പോൾ ഇവിടെ ആ അച്ഛനും അമ്മയും ഉള്ളിടത്ത് കൊണ്ടാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴെന്തായി സ്ഥിതി? ആ അവസരത്തിൽ ഇദ്ദേഹം ഒരു രാജാവ് കൂടിയാണ്. രാജാവ് പ്രജകളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ പിറ്റേ ദിവസത്തെ സമയത്താണ് രാജഭടന്മാർ അവിടുത്തെ ഒരു അലക്കുകാരൻ്റെ സംഭാഷണം ശ്രീരാമൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവർ പറഞ്ഞിരുന്നത്, ഈ രാവണൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീ, അവൾ പിഴച്ചു പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ശ്രീരാമൻ വേണമെങ്കിൽ ഭാര്യയാക്കി വെക്കും. പക്ഷെ ഞാൻ അങ്ങനെ ആക്കി വെക്കില്ല. കാരണം വെച്ചാൽ ഈ അലക്കുകാരൻ്റെ ഭാര്യ വേറൊരുത്ത ഒരാളപ്പുറം പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഈ പുരുഷൻ പറയാണ്, ശ്രീരാമൻ അത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ശ്രീരാമൻ ഒരു വേശ്യാ സ്ത്രീയെ സ്വീകരിച്ചെന്ന വിധത്തിലാണ് പറഞ്ഞത്, അവിടെ രാവണൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചതുകൊണ്ട്. അപ്പോൾ ആ പേരുദോഷം, സീതാദേവി മോശക്കാരിയാണ് എന്നുള്ള പേരുദോഷം ഇതിപ്പോൾ ആരറിഞ്ഞു? ഈ പറയുന്ന ഭടന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവർ അവരുടെ ഭാര്യമാരോട് പറയും, ആ ഭാര്യമാർ അടുത്ത വീടുകളിൽ പറയും. അങ്ങനെ അപ്പുറവും ഇപ്പുറവും പറഞ്ഞ് അവസാനം കൊട്ടാരത്തിലെത്തും, അത് അന്തഃപുരത്തിലെത്തും, സീതാദേവിയുടെ ചെവിയിലെത്തും. അപ്പോൾ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി ഒരു കുട്ടിക്ക് ജന്മം നൽകുവാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതവിടെ സാധ്യമാകില്ല. താൻ പിഴച്ചവളാണെന്ന് സമൂഹം പറയുന്നു എന്നുള്ള മാനസികമായ പ്രയാസവും സങ്കടവും കാരണം
ആ സ്ത്രീ അയാൾ സീതാദേവി ഒരു കുട്ടിക്ക് ജന്മം നൽകേണ്ടി വരും, തനിക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട്. അപ്പം അവിടെ ഈ പറയുന്ന അലക്കുകാരൻ തൻ്റെ ഭാര്യയോട് പോകാൻ വേണ്ടി പറയുന്നു, കാരണം ഞാൻ ചെയ്യുന്നതാണ് ശരി, ശ്രീരാമൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. ആ അവസരത്തിൽ സീതാദേവി സങ്കടപ്പെടാൻ പാടില്ല, അവിടെ അച്ഛനും അമ്മയും ഉണ്ടാവണം. ഈ ഒരു അവസരത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഈ സീതാദേവിയുടെ അച്ഛനെയും അമ്മയെയും വിവരമറിയിക്കുകയും അവർ വാൽമീകി ആശ്രമത്തിൽ എത്തിച്ചേരുകയും ഈ സീതാദേവിയെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടാക്കുകയും ചെയ്തതായിട്ട് വാൽമീകിയുടെ തന്നെ ആനന്ദരാമായണത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ശ്രീരാമൻ പല അവസരങ്ങളിലും സീതാദേവിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അടുത്തിരുന്ന് വേണ്ടുന്നത് ചെയ്തതായിട്ടും ആനന്ദരാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണം 15,500 ചില്ലാനും വരികളേ ഉള്ളൂ. മറ്റേ വാൽമീകി രാമായണം 24,000 ശ്ലോകമാണ്. ആ ശ്ലോകത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു പതിപ്പായത്. ഇതിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ കഴിയില്ല. ഇത് ചെറുകഥയും അത് നോവലുമാണ്. അപ്പോൾ വാൽമീകി നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ഈ ഒരു ഭാഗം പൊക്കി പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്ന്. അതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കാൻ വാൽമീകിയുടെ രാമായണത്തിലൂടെ നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അത് മനസ്സിലാക്കാം ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ് എന്ന്. ആർക്കും ദോഷമില്ലാത്തത്, പ്രജകൾക്ക് ദോഷമില്ല, അതുപോലെ തന്നെ അമ്മയ്ക്ക് ദോഷമില്ല, ഭാര്യയ്ക്ക് ദോഷമില്ല. അവിടെ പിന്നെയും വിഷമിച്ചത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ മാത്രമാണ്. ഈ എല്ലാ കാര്യങ്ങളും പെട്ട് ശ്രീരാമൻ ഇങ്ങനെ കുറ്റങ്ങളും കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് എല്ലാത്തിനും തരണം ചെയ്തുകൊണ്ട് നല്ലൊരു ഭരണാധികാരിയായി അയാൾ മാറി, നല്ലൊരു ഭർത്താവായി മാറി, നല്ലൊരു മകനായി മാറി. ഇനി അങ്ങ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണെന്ന് വെച്ചാൽ ബാലിവധാണ്. ഈ ബാലിവധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 സഹോദരന്മാർ തമ്മിലുള്ള സംഘർഷത്തിൽ ഇദ്ദേഹം ചതിയിലൂടെ കൊന്നുവെന്നാണ് പറയുന്നത്. ഭാര്യയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആരോടെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ പകുതി ശക്തി ആർക്ക് കിട്ടും? ബാലിക്ക് കിട്ടും. അപ്പോൾ ഒരു അതിശക്തിയായിട്ടുള്ള ശക്തമാനായിട്ടുള്ള നിങ്ങളിപ്പോൾ ഒരു കുരങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പിടിക്കുക? നിങ്ങൾ നേരിട്ട് പോയിട്ട് കൈകൊണ്ട് കയറി പിടിക്കോ, അല്ലെങ്കിൽ ഒരു കെണി വെച്ച് പിടിക്കുമോ? കെണി വെച്ച് പിടിക്കും. ഒരു ആനയെ എങ്ങനെ പിടിക്കും? ഒരു വലിയൊരു ചതിയിലൂടെ കുഴി കുത്തിയിട്ട് അതിന് വീഴ്ത്തും. ബാലി മനുഷ്യനാണോ? കുരങ്ങനല്ലേ? തന്നെക്കാൾ ശക്തിയുള്ളതിനെ എങ്ങനെ ചെയ്യുമെന്ന് ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു. ഒന്നിക്കൽ കെണി വെച്ചിട്ട് പിടിക്കണം, അതല്ലെങ്കിൽ ചതിച്ചിട്ട് ഇതാക്കണം. അല്ലാണ്ട് ആനൻ്റെ അടുത്ത് നേരെ പോയിട്ട് വല്ല മസിലും കാണിച്ചിട്ട് ഇങ്ങനെ നേരിട്ട് പോയിട്ട് അതിൻ്റെ തുമ്പിക്കൈയിൽ പിടിച്ച് നെത്തടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ പോയതേ ഓർമ്മയുണ്ട്, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടാവും, അവിടെ സ്റ്റിക്കറായിട്ടുണ്ടാവും. അതല്ലേ ശ്രീരാമനും ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാലിക്ക് എന്താണ് പ്രത്യേകത? ബാലി ചെയ്ത ക്രൂരത എന്തൊക്കെയായിരുന്നു? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ബാലി ആരാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത ക്രൂരത നോക്കണം. അദ്ദേഹം ഈ പറയുന്ന ഋക്ഷരജസ് എന്ന് പറയുന്നവരുടെ വളർത്തു മക്കളാണ്. കാരണം അച്ഛനും അമ്മയും ഇല്ല. ആരാ? അച്ഛൻ സൂര്യനാണ്, അല്ല ഇന്ദ്രനാണ്, സുഗ്രീവൻ്റെ ഇതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അവർ ഈ വനത്തിൽ കഴിയാണ്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് വളർത്തമ്മയായിട്ടുള്ള അമ്മയും ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോയി. അവിടുന്ന് ഋക്ഷരജസാന്ന് ഇവരെ വളർത്തി വലുതാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ചേർത്ത് പിടിച്ചത്. ആ സ്വന്തം വളർത്തച്ഛനെ തടവറയിലാക്കിക്കൊണ്ടാണ് ബാലി അധികാരം ഏറ്റെടുക്കുന്നത്. നല്ലൊരു വ്യക്തിയുടെ സ്വഭാവമാണോ? യഥാവിധി അദ്ദേഹത്തിന് താര എന്ന് പറയുന്ന ഒരു വാനര സ്ത്രീയായിട്ടുള്ള ഭാര്യയുണ്ട്. അപ്പോൾ സ്വന്തം അനുജൻ്റെ ഭാര്യയെ ഫലമായിട്ട് ഭാര്യയാക്കി വെക്കുന്നത് ശരിയാണോ? അത് മകൾക്ക് തുല്യമായിട്ടുള്ള ഭാര്യയല്ലേ? അപ്പോൾ നമുക്കൊരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ ബാലി മരിച്ചപ്പോൾ ബാലിയുടെ ഭാര്യയായ താരയെ സുഗ്രീവൻ ഭാര്യയാക്കി വെച്ചില്ലേ എന്ന്. അതും ശ്രീരാമൻ പറഞ്ഞിട്ട് തന്നെയാണ്. എന്താ കാര്യം? ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എപ്പോഴും സങ്കടാവസ്ഥയിലിരിക്കും. അപ്പോൾ അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന സ്മൃതികളല്ല ശ്രീരാമൻ്റെ സ്മൃതി. ശ്രീരാമൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഭരണഘടന എന്ന് പറഞ്ഞാൽ വസിഷ്ഠ സ്മൃതിയായിരുന്നു, മനുസ്മൃതിയല്ല. വസിഷ്ഠ സ്മൃതിയിലൂടെയാണ് ശ്രീരാമൻ്റെ ഭരണം. അപ്പോൾ അത് പ്രകാരം വിധവയായ സ്ത്രീക്ക് വിവാഹം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചത് ശ്രീരാമനാണ്. അത് കാണിച്ചു കൊടുക്കുക. കാരണം വെച്ചാൽ എല്ലാ കാലത്തും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടവളല്ല, അവൾ കർമ്മമണ്ഡലത്തിൽ ഉണ്ടാവേണ്ടവളാണെന്ന് ശ്രീരാമൻ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ആ ബാലി സ്വന്തം അനുജൻ്റെ ഭാര്യയെ ബലമാക്കി വെച്ചു. പിന്നെയോ ദേവസ്ത്രീകളെ വെപ്പാട്ടികളാക്കി വെച്ചു. കാരണം പിടിച്ച് തടവറയിലിട്ടിട്ട്
ഇഷ്ടം പോലെ കാമിക്കുവാനുള്ള ഇത്. അസുര സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകൾ, കിന്നര സ്ത്രീകൾ, മനുഷ്യ സ്ത്രീകൾ, ഇവരൊക്കെ തൻ്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ തടവറയിലിട്ടിട്ടുണ്ടായിരുന്നു. അത്രക്കും നീചനായൊരു വ്യക്തിയായിരുന്നു ബാലി. അപ്പം ദുഷ്ടന്മാരെ ഇല്ലാതാക്കി, തിന്മകളെ ഇല്ലാതാക്കി, നന്മ നടത്താൻ വേണ്ടി അവതാരമെടുത്ത ശ്രീരാമചന്ദ്രൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആനയെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്നും ആനയെ പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒരു കിളിയുണ്ട്. കിളിയോട്, കിളിയെ ഞാൻ നിന്നെ അമ്പ് ചെയ്ത് കൊല്ലാൻ പോകണം, നീ തയ്യാറായിരുന്നു എന്ന് പറയുമോ? അതല്ലെങ്കിൽ കിളി അറിയാതെ അതിനെ അമ്പ് ചെയ്തിട്ട് പിടിക്കുമോ? ഒരു വേട്ടക്കാരൻ അതല്ലേ ചെയ്യുക? അതല്ലേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ശ്രീരാമചന്ദ്രൻ തൻ്റെ ശത്രു ആരാണോ ആ ശത്രുവിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെയും അങ്ങ് പറഞ്ഞു ശൂർപ്പണഖയുടെ കാര്യം. ശൂർപ്പണഖയുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ശൂർപ്പണഖ എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് ശ്രീരാമൻ്റെ അടുത്തും ആദ്യം പ്രണയ അഭ്യർത്ഥന നടത്തുന്നു. ശ്രീരാമൻ നേരെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ പ്രണയ അഭ്യർത്ഥന നടത്തുന്നു. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഒരു സ്ത്രീ നമ്മളോട് IW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? എനിക്ക് താല്പര്യമില്ല, പോയിക്കോളൂ എന്ന് പറയും. പക്ഷേ ഇവിടെ ശ്രീരാമൻ ചെയ്തത് ശരിയാണോ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ പറയുന്ന ശൂർപ്പണഖ അവിടെ വരാൻ കാരണമുണ്ട്. ശൂർപ്പണഖയുടെ ഒരു പുത്രനുണ്ട്, ശംഭുകുമാരൻ എന്ന് പറയുന്നത്. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ കമ്പരാമായണത്തിലേക്ക് നമ്മൾ പോകണം. ഈ ശൂർപ്പണഖയുടെ പുത്രനായിട്ടുള്ള ശംഭുകുമാരൻ ഒരവസരത്തിൽ പഞ്ചവടിയിലെ ഈ സീതയുടെ ആശ്രമത്തിന് മുമ്പിലൂടെ പോകുമ്പോൾ സീതയുടെ സൗന്ദര്യം കണ്ടു. അവളെ എങ്ങനെയെങ്കിലും കാമിക്കണമെന്ന ചിന്തയോടുകൂടി ആശ്രമത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കരിന്താളി വൃക്ഷമായിട്ട് അയാൾ അവിടെ വന്നു. ശംഭുകുമാരൻ ഇന്നലെയോ മിനിഞ്ഞാന്നൊന്നും കാണാത്തൊരു സാധനം പെട്ടെന്ന് അവിടെ വന്നപ്പോൾ ശ്രീരാമചന്ദ്രന് മനസ്സിലായി, ഇതാരാ? ഇത് ശംഭുകുമാരൻ എന്ന അസുരനാണ്, രാക്ഷസനാണ്. ഇത് സീതാദേവിയെ മോഹിച്ച് വന്നതാണെന്ന്. ഇത് മനസ്സിലാക്കിയ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയാണ്, ആ കരിന്താളി വൃക്ഷം വീട്ടിൻ്റെ മുറ്റത്ത് എപ്പോഴും ദോഷമാണ്, അത് വെട്ടിമാറ്റാൻ പറയുന്നു. അത് വെട്ടിമാറ്റി അയാളങ്ങോട്ട് മരിച്ചു. തൻ്റെ മകനെ കൊന്ന ആ വ്യക്തികളെ നിഷ്കരണം, കൊന്നുകളയണം, അതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആര് വരുന്നത്? ഈ ശൂർപ്പണഖ വരുന്നത്. അപ്പോൾ അവൾ വരുന്നത് സുന്ദരിയായിട്ടാണ് വരുന്നത്. അവൾ വേഷം മാറി ചതിയോടുകൂടിയാണ് വരുന്നത്. അവളുടെ നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അവളുടെ ശരിയായ രൂപത്തിൽ വരായിരുന്നു. അപ്പോൾ അവൾ വന്നത്, അവൾ ആ രാക്ഷസീയ ഭാവം മാറ്റിയിട്ട് സൗന്ദര്യത്തിടമ്പ് പോലെ സീതയേക്കാളും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അവളുടെ ഉള്ളിലുള്ള വികാരം എന്താണ്, അവൾ ആരാണെന്ന് പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് ശ്രീരാമനും ലക്ഷ്മണനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത്. ആ അവസരത്തിൽ അവളുടെ ഉള്ളിൽ നിന്ന് അറിയാതെ അവളുടെ ഭാവം പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന സമയത്താണ് അവൾക്ക് ചെറിയൊരു ശിക്ഷ കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ശ്രീരാമൻ്റെ ആ മഹത്വം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബാലിവധം എന്നല്ല, ഈ പറഞ്ഞ പൂർണ്ണ ഗർഭിണിയെ ഉപേക്ഷിച്ച ഭാഗമായാൽ പോലും എവിടെയും ശ്രീരാമനെ പറ്റി ഒരു ദോഷവും പറയാൻ കഴിയില്ല. അത്രയേറെ മര്യാദ പുരുഷോത്തമനാണ്. അത് ശംഭുകുമാരൻ്റെ അല്ല, ഈ ശംഭുകപദം നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശംഭുകപദം എന്ത് പറഞ്ഞിട്ടാണ് ശംഭുകനെ ശ്രീരാമൻ കൊല്ലുന്നതായി പറയുന്നത്? ശീർഷാസനത്തിൽ തപസ്. അത് ത്രേതായുഗത്തിൽ ശൂദ്രന്മാർക്ക് തപസ് ചെയ്യാൻ പാടില്ല. കാരണം ആ അവസരത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രമേ തപസ് ചെയ്യാൻ പാടുള്ളൂ, ശൂദ്രന് തപസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അനർത്ഥങ്ങളുണ്ടാകുമെന്ന് ശ്രീരാമനോട് ആര് പറഞ്ഞു കൊടുക്കുന്നു? ശ്രീരാമൻ്റെ 8 ഗുരുക്കന്മാരാണ് ഉള്ളത്. ഈ 8 ഗുരുക്കന്മാരും ഉപദേശിച്ചു കൊടുത്തതാണ്. ഇത് പറയുന്നത് രാമായണത്തിൽ അല്ല, ഉത്തര രാമായണത്തിലാണ്. ഈ ഉത്തര രാമായണത്തിൽ പറയുന്നു, അവിടെ ഒരു ശൂദ്രൻ തപസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഉത്തര രാമായണം ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കണം. ഇത് യഥാർത്ഥത്തിൽ ശ്രീരാമനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തൊരു ഭാഗമാണ്. അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും രാമായണം വായിക്കുന്നവർക്ക്. ഈ രാമായണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ശൂദ്രന് തപസ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു ശൂദ്ര സ്ത്രീയുണ്ട്, ശബരി മാതംഗ ആശ്രമത്തിൽ മാതംഗ മുനി തന്നെ ശിഷ്യയായി സ്വീകരിച്ച് തപസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ദീർഘകാലം തപസ് ചെയ്ത ഒരു യോഗീശ്വരിയാണ്. ആ യോഗീശ്വരൻ്റെ അടുത്തേക്ക് ആര് വരുന്നു? സാക്ഷാৎ ശ്രീരാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് ആ യോഗിനിയായിട്ടുള്ള മാതാവ്, ശബരിയായിട്ടുള്ള തപസ്വിനിയായിട്ടുള്ള അവർ കൊടുത്ത കായികനികൾ അമൃതോലെ വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ശ്രീരാമൻ നമുക്ക് കാണാൻ കഴിയും. ശൂദ്രൻ അത്ര മോശക്കാരാണെങ്കിൽ
ഈ പറയുന്ന ശബരിയെ അവിടെ നിന്ന് കൊന്നുകളയണ്ടേ? അതെ. ഈ ശബരി തപസ് ചെയ്യാൻ പാടില്ലല്ലോ. അവിടെ ശംഭുവൻ തപസ് ചെയ്തതിന് കൊന്നെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ശബരിയെ തപസ് ചെയ്തതിന് കൊന്നിട്ടില്ല? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ആ അമ്മയുടെ കാൽക്കൽ വീഴുന്ന ഒരു ശ്രീരാമനെ നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ശൂദ്രനാണ് നിഷാദനായിട്ടുള്ള ഗുഹൻ. ശൂദ്രന്മാരോട് ഇത്ര ശത്രുത ഉണ്ടെങ്കിൽ ഈ നിഷാദനായിട്ടുള്ള ഗുഹനെ ശ്രീരാമചന്ദ്രൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരവസരത്തിൽ ഭരതൻ പറയുന്നതെന്നറിയാം, ഈ ദശരഥ ഭൂപന് 4 മക്കളല്ല 5 മക്കളാണ്. മാത്രവുമല്ല ഈ സീതാദേവിക്ക് മാത്രമേ ശ്രീരാമൻ്റെ മാറോട് ചേർന്ന് കിടക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉണ്ടായത് ഗുഹന് മാത്രമാണ്. ആരാത്? ശൂദ്രൻ. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് രാമായണത്തിൽ പറയുമ്പോൾ അവിടെ അങ്ങനെ അത് എങ്ങനെ വന്നു ശംഭുകനെ കൊന്നു എന്നുള്ളത്? ശൂദ്രൻ എന്നുള്ള വാക്ക് അതിൽ അത്രയും മോശമായ രീതിയിൽ ശംഭുകനെ കൊന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അത് കൂട്ടിച്ചേർത്തു. എന്തിനു വേണ്ടി? ഇത് കുറച്ച് ചരിത്രമാണ്. കാരണം ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പാശ്ചാത്യരായ ആൾക്കാർ, പ്രത്യേകിച്ചും മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സേനാധിപന്മാരായിട്ടുള്ള ഈ കുത്തബ്ദീൻ ഐബക്ക്, അതുപോലെ തന്നെ അവരുടെ അടിമയായിട്ടുള്ള മുഹമ്മദ് ബക്തിയാർ ഖിൽജി, മുഹമ്മദ് ഗസ്നി അല്ല മുഹമ്മദ് ഗോറിയാണ് കേട്ടോ, മുഹമ്മദ് ഗോറിയുടെ പിന്നെ അടിമകളായിട്ടുള്ള സൈനാധിപന്മാരായിട്ടുള്ള കുത്തബ്ദീൻ ഐബക്കും അവരുടെ അടിമയായിട്ടുള്ള ഈ മുഹമ്മദ് ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നവരുടെയൊക്കെ നേതൃത്വത്തിൽ ഭാരതത്തിലെ ഏത് വിധത്തിലും ഈ ഭാരതത്തിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന ചിന്തയോടുകൂടി അവർ അക്രമം അഴിച്ചു വിടുകയും പലതരത്തിലും മതമാറ്റം നടത്താൻ നോക്കുകയും, പക്ഷേ കൃത്യമായ ഒരു ആദർശത്തിൽ, ഒരു സംസ്കാരത്തിൽ ശ്രേഷ്ഠമായ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് ഈ കടന്നു വന്നതിനെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ മാറാൻ തയ്യാറായില്ല. അപ്പോൾ മാറണമെങ്കിൽ എന്ത് വേണം? അവരുടെ ഈശ്വര സങ്കല്പങ്ങളെ മോശമാക്കി ചിത്രീകരിക്കണം. അതിനുവേണ്ടി ആ മുഹമ്മദ് ബക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നളന്ദ സർവകലാശാല പോലും അഗ്നിക്കരിയാക്കിയത് 800 വർഷം മുന്നേ. അപ്പോൾ ഈ അഗ്നിക്കരിയാക്കുന്ന സമയത്ത് എവിടെയൊക്കെ നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെ തേടി പിടിച്ചു കൊണ്ടുവന്ന് എല്ലാം നശിപ്പിച്ചു. നളന്ദ സർവകലാശാല, തക്ഷശിലയുണ്ടായിരുന്നു, വിക്രംശിലയുണ്ടായിരുന്നു, അങ്ങനെ നിരവധി സർവകലാശാല എല്ലാം തന്നെ പാശ്ചാത്യരായ ആൾക്കാരുടെ കാരണം കൊണ്ട് നശിപ്പിച്ചതാണ്. അങ്ങനെ നശിപ്പിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? ഇവരതായ ഗ്രന്ഥങ്ങൾ കൂലി എഴുത്തുകാരൊക്കെ വെച്ചിട്ട് ഇവർ ചെയ്യിച്ചു. ഇന്നുമുണ്ട് ഹിന്ദുവിനെ മോശം പറയുന്നതും മോശമായി ചിത്രീകരിക്കുന്നതും ഹിന്ദു നാമധാരികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പണം കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് പുതിയ ഗ്രന്ഥങ്ങൾ എഴുതിച്ചു. അങ്ങനെ പഴയ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് കൂട്ടിച്ചേർത്തു. ഇത് വായിക്കുന്ന സമയത്ത് ശ്രീരാമൻ ശംഭുവിനെ കൊന്നെന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് എന്ത് തോന്നും? ശ്രീരാമനോടൊരു വെറുപ്പ് തോന്നും. ആ വെറുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രീരാമൻ അവർ ആരാധിക്കുമോ? ഇല്ല, ആരാധിക്കാൻ പാടില്ല. ഇതേ അവരുടെ ലക്ഷ്യം ഉണ്ടായിട്ടുള്ളൂ. ഇത് നമുക്കറിയാം, ചൈനയിൽ നടക്കുന്ന ഒരു സംഭവം എന്താ? അവിടെ സാധാരണയുള്ള ഖുർആൻ അവരവിടെ നിരോധിച്ചു. എന്നിട്ട് ചൈനീസ് ഗവൺമെൻറ് ഒരു ഖുർആൻ ഇറക്കി. അതിൽ ചൈനീസ് ഗവൺമെൻറ് അനുകൂലമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അതുപോലെയാണ് അന്നത്തെ മുഗളന്മാർ ചെയ്തത്. അവർക്ക് അനുകൂലമായ, മുഗളന്മാർക്ക് മുമ്പുള്ള ഈ പറയുന്ന മുഹമ്മദ് ഗോറിയും മുഹമ്മദ് ഗസ്നിയെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്ത് അവർക്ക് അനുകൂലമായി വരുന്ന തരത്തിൽ ഹിന്ദു ദേവീ ദേവന്മാരെ നമ്മൾ വെറുക്കണം, അവരോട് നമുക്കൊരു പ്രതിപത്തി തോന്നാൻ പാടില്ല എന്ന വിധത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കൂട്ടിക്കലർത്തലുകൾ വന്നു. ഇതാണ് നമുക്കവിടെ രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും നമ്മുടെ ദേവീ ദേവന്മാരെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു മോശമായി കാണാനുള്ള കാരണം. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഗ്രന്ഥത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും അതിനെ മോശമായി കാണാൻ കഴിയില്ല. രാമായണത്തിൽ എവിടെയും ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യവുമില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആഴത്തിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങണം. ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആ രാമായണത്തെ ഒന്ന് വിശകലനം ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ശ്രീരാമനെ പോലത്തെ ഉത്തമ പുരുഷൻ ഭൂമിയിലില്ല. രാമായണം വായിക്കുന്ന ഏതൊരാളും ആ രാമനെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഉത്തമനായിട്ടുള്ള മകനാണ് രാമൻ, ഉത്തമനായിട്ടുള്ള ഭർത്താവാണ് രാമൻ, ഉത്തമനായിട്ടുള്ള ഭരണാധികാരിയാണ് രാമൻ. ഇത് കൂടാതെ രാമായണം വായിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ രാമായണം മാത്രം വായിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ പറ്റും. എത്ര വലിയ വെല്ലുവിളികൾ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ രാമായണത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ, അത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാഠഭാഗം നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വെല്ലുവിളികളെയും നിഷ്കരുണം പരാജയപ്പെടുത്തിയിട്ട് മുന്നേറാൻ പറ്റും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതാക്കാം. ഈ ലക്ഷ്മണൻ വനത്തിലേക്ക് പോകുന്നൊരു സന്ദർഭമുണ്ട് ഏട്ടൻ്റെ കൂട്ടത്തിൽ. അത് നേരത്തെ അങ്ങ് ചോദിച്ചു, എന്താണ് ഈ വനത്തിലേക്ക് പോകുമ്പോൾ കുടുംബസമേതം കഴിയേണ്ടത് ലക്ഷ്മണനെ നിർബന്ധിച്ചു കൊണ്ടുപോയിരുന്നു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നീ വരണ്ട, ഞാൻ പോയിക്കോളാം, അച്ഛൻ എന്നോടാവെന്ന് പറഞ്ഞു, നീ വരണ്ടാന്ന്.
അപ്പോൾ ലക്ഷ്മണൻ പറയുന്നത് ഞാൻ വന്നിട്ട് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു, ഞാൻ മരിക്കും, ജ്യേഷ്ഠനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല. ആത്മഹത്യ ഭീഷണി മുഴക്കിയതിന് ശേഷമാണ് ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. ഈ അവസരത്തിൽ അമ്മയോട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നൊരു വാക്കുണ്ട്, മനോഹരമാണത്. ആ വാക്കാണ് രാമായണത്തിൽ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വാക്കെങ്കിലും നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ എന്താണ്, ലക്ഷ്മണ നീ വനത്തിലേക്ക് പോകുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം. നീ വനത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ ജ്യേഷ്ഠനായ രാമനുണ്ടല്ലോ, രാമന് ദശരഥനാണ്, അച്ഛനാണെന്നുള്ള ചിന്തയോടുകൂടി ഓരോ വാക്കും നീ ശിരസ വഹിക്കണം. ഒരമ്മ പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ അമ്മമാർ പറഞ്ഞു കൊടുക്കുക, നീ ഏട്ടൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയാൻ കൊണ്ടില്ല, പറ്റുമെങ്കിൽ ഏട്ടൻ്റെ തലയടിച്ച് പൊട്ടിച്ച് ഏട്ടൻ്റെ സ്വത്ത് നീ കൈക്കലാക്കിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന മക്കളാണ് ഭാര്യമാരും അമ്മമാരും. അപ്പോൾ ഇവിടെ അതൊരു ഉപദേശം തീർന്നിട്ടില്ല. പിന്നെന്താ പറയുന്നത്, രാമൻ്റെ ഭാര്യയായിട്ട് സീതയുണ്ട്, അത് ഞാനാണെന്ന വിധത്തിൽ, അമ്മയാണെന്ന തരത്തിൽ നീ കാണണം. ആരാ പറഞ്ഞു കൊടുക്കുക, ജ്യേഷ്ഠത്തി അമ്മയെ നിൻ്റെ സ്വന്തം അമ്മയെ കാണണം. അമ്മയുടെ പാദപൂജ ചെയ്യാറുണ്ട് ലക്ഷ്മണൻ. വനയാത്രയിൽ എല്ലാ ദിവസവും സീതാദേവിയുടെ പാദപൂജ ചെയ്ത് മുഖത്ത് നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പാദം തൊട്ട് നമസ്കരിച്ച് അവിടെ പൂജ ചെയ്യുന്ന ലക്ഷ്മണനെ നമുക്ക് കാണാൻ കഴിയും. പിന്നെയോ, നീ വനത്തിലെത്തിക്കഴിഞ്ഞാൽ എവിടെയാണോ എത്തുന്നത് അതാണ് അയോധ്യ എന്നങ്ങോട്ട് കരുതണം. നമ്മുടെ മക്കളോട് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത്, മക്കളെ നീ ഗൾഫിലേക്കാണ് പോകുന്നത്, നീ ഏത് ജോലി സ്ഥലത്താണ് പോകുന്നത്, അത് നിൻ്റെ സ്വന്തം വീടായിട്ട് കരുതാൻ കഴിയണം. കല്യാണം കഴിച്ചയക്കുന്ന പെൺകുട്ടിയോട് പറയണം, മോളെ ഇനി നീ പോകുന്നിടമാണ് നിൻ്റെ ഭവനം, നീ ഈ വീടിനെ സ്വർഗ്ഗതുല്യമാക്കിയെങ്കിൽ അതിനെ നീ സ്വർഗ്ഗമാക്കാൻ നിനക്ക് കഴിയണം. അവിടെ നിൻ്റെ ഭർത്താവാണ് നിൻ്റെ നാഥൻ, ആ ഭർത്താവിൻ്റെ സന്തോഷം നീ മുറുക്കെ പിടിക്കണം. അവിടുത്തെ അച്ഛനും അമ്മയുമാണ് നിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കൊടുക്കാൻ എത്ര അമ്മമാർക്കാണ് പറ്റുന്നത്? അതുമല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ എത്രയും പെട്ടെന്ന് അവനെയും കൂട്ടിയിട്ട് വാടകയ്ക്ക് മാറാനെങ്കിലും വാടകയ്ക്ക് പോകണം, ഇല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി അങ്ങോട്ടേക്ക് മാറണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ്. അവിടെ തന്നെയാണ് നമ്മുടെ രാമായണത്തിൻ്റെ പ്രസക്തി. രാമായണത്തിലെ ഓരോ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അമൂല്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ലക്ഷ്മണോപദേശത്തിലൂടെയും അങ്ങനെ നിരവധി ഭാഗങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രാമായണത്തിൻ്റെ പ്രസക്തി ഓരോ വർഷം കഴിയുന്തോറും അത് മനസ്സിലാക്കി ആ തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിൻ്റെ പ്രസക്തി ഇങ്ങനെ വർദ്ധിച്ച് വരിക. മറ്റൊരു ഗ്രന്ഥത്തിനുമില്ലാത്ത ഒരു സൗന്ദര്യം, ഒരു അനുഗ്രഹം ഈ രാമായണത്തിനുണ്ട്.